സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമാണ് ആനക്കുളം. ഇതുപോലെ സ്വസ്ഥമായി യാതൊരു തടസ്സവുമില്ലാതെ കാട്ടാനകളെ കണ്ട് രസിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലവും നമ്മുടെ കേരളത്തിലില്ല. ഈ രണ്ട് കൊമ്പന്മാരും നമ്മുടെ അടുത്തുനിന്ന് വെറും 50 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവർക്ക് നമ്മുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കാം. പക്ഷേ ഇവിടെ അത് സംഭവിക്കില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. 365 ദിവസം ഒരു വർഷം ഉള്ളതിൽ ഒരു 10-15 ദിവസം മാക്സിമം ചിലപ്പം വരാതിരിക്കുന്നത്. ഏത് മഴക്കാലമാണല്ലോ ആന വരാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്ട് ഒരു ഡിസംബർ മുതൽ ഉള്ള ഒരു 3-4 മാസക്കാലം 10, 60, 70, 80 വരെയൊക്കെ ആവുന്നുണ്ട് ചില ദിവസങ്ങളിൽ. ഏറ്റവും കൂടുതൽ ആന വരുന്ന ഈ സീസണിലാണ്. സാധാരണ ഒരു ദിവസത്തെ ആനക്കുളത്തെ രാത്രി കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. കുട്ടികളും മുതിർന്നവരുമടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവർ നിൽക്കുന്നതോ ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേവശത്ത് വന്നിട്ടുള്ള കാട്ടാനകളെ കാണാനും. അത് ഈ പോയിന്റിലാണ് ഈ ഒരു വെള്ളം പൊങ്ങി വരുന്നതെന്ന് പറയുന്നത്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അതിൻ്റെ ലാബ് ടെസ്റ്റൊക്കെ നടത്തി ഉപ്പ്, ഗന്ധകം, പൊട്ടാസ്യം അങ്ങനെ എന്തൊക്കെയോ ലവണാംശം ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ഓക്സിജൻ്റെ അളവ് കൂടുതലായിട്ട് ആനയ്ക്ക് ഭയങ്കരമായിട്ട് ഉന്മേഷമാകുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ തന്നെ ആനയ്ക്ക് വന്ന് കൃത്യം തുമ്പിക്കൈ വെച്ച് വലിച്ചു കിട്ടും. അവർക്കൊരു ലഹരി ആകുന്നുണ്ട്. അതുകൊണ്ട് ഏത് കുഞ്ഞുങ്ങൾ വന്നാലും നേരെ ഈ ഒരു പോയിന്റിലോട്ടേ വരുള്ളൂ. ഞാൻ വന്നിട്ട് തന്നെ 10-40 വർഷമായതാണ്. പക്ഷേ അതിനു മുമ്പേ 10, 50, 60 ആനകളുടെ കൂട്ടമാണ് വന്ന് ചാടുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ വരും, ആ വെള്ളം കുടിക്കും. ഇപ്പം ഇവിടെ നോക്കിയാൽ ശരിക്കും കാണാം ഓരോ കുള ഭയങ്കരമായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അവർക്കിത് ലഹരിയാണ്, ഇത് വേണം. അവരുടെ ശരീരത്തിന് വേണ്ട ലവണാംശമാണെന്നാണ് ഈ ലാബ് ടെസ്റ്റ് നടത്തി വെള്ളത്തിൽ നോക്കിയിട്ട് അവർ പറയുന്നത്. നമ്മൾ കുടിക്കുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? നമുക്കിത് ഈ വെള്ളത്തിലോട്ട് തന്നെ പൊങ്ങി വരുന്നതുകൊണ്ട് നമുക്കത് കിട്ടാൻ പാടാം. മറ്റേ ആനയ്ക്കാകുമ്പോൾ തുമ്പിക്കൈ വെച്ച് കറക്റ്റ് ആനയ്ക്ക് കിട്ടും, കൃത്യം വലിച്ചെടുക്കാം. നമുക്കത് ഇതിനകത്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ കുഴി ആന വരുമ്പോൾ ഒന്ന് കാലിന് മാന്തി ചെറിയൊരു കുഴി ഉണ്ടാക്കും. കുഴിയെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് തിരിച്ച് കാലിന് മൊത്തം ചെറിയ മൂടിയിട്ടിട്ടൊക്കെയാണ് പോണേ. കാലും കൊണ്ട് തന്നെ തട്ടിക്കേടും, തട്ടിയിട്ടിട്ട് അവർ കയറി പോകുള്ളൂ. കുടിച്ച് വയറങ്ങോട്ടോ വല്ലാണ്ടായപ്പോൾ അവർക്ക് കയറിപ്പോകാൻ മടിയാണ്. കാരണം അവർക്ക് അത്രയ്ക്ക് ടേസ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒഴുകുന്ന പുഴയിലോട്ടായതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല, അറിയത്തില്ല. ലാബ് ടെസ്റ്റ് നടത്തിയപ്പം കിട്ടിയ അറിവുകളാണ് ഇങ്ങനെ എന്തൊക്കെയോ ലവണാംശമുണ്ട്, അത് അവരുടെ ശരീരത്തിന് വേണ്ടതാണ്. 1-2 ദിവസത്തേക്കുള്ള ഒരു ബാച്ച് വന്നാൽ ഇവിടെ കറങ്ങാറില്ല. പിന്നെ ഓരോ ദിവസം വരുന്ന വേറെ വേറെ ബാച്ചുകളാണ്. 4-5 ബാച്ച് ഒന്നിച്ച് വന്നാലാണ് തമ്മിൽ ഉന്തും കുത്തുപിടിയൊക്കെ ആവും ഇവർക്കും ഈ ഒരു പോയിന്റിന് വേണ്ടി. രാത്രി 8:30 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ആനക്കൂട്ടം വെള്ളം കുടിക്കാനായിട്ട് കാടിറങ്ങി വന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ വന്നത് 9:30 കഴിഞ്ഞപ്പോഴാണ്. ഒരു 11:30 വരെയൊക്കെ ഇവരുടെ ആക്ടിവിറ്റീസ് കണ്ടു നിന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ഡിന്നറൊക്കെ കഴിച്ചാണ് തിരിച്ചു വന്നത്. നമ്മളിവിടെ തിരിച്ചെത്തിയപ്പോഴും ഇവരുടെ ഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. 5 പേരും മാറി മാറി വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. ഏകദേശം 1 മണിയായപ്പോഴേക്കും ആന ഫാമിലിയിലെ 4 മെമ്പേഴ്സും വെള്ളം കുടിയൊക്കെ മതിയാക്കി മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇവർ കാത്തു നിൽക്കുന്നത് ഇപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന ഈ പിടിയാനയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ കൂടെയുള്ളവർ പോയിട്ടൊന്നും അവളുടെ ഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. തകൃതിയായി വെള്ളം കുടിക്കുന്ന തിരക്കിലാണ് കക്ഷി. കരയ്ക്ക് കയറി നിന്ന 4 ആനകളിൽ 2 ആനകൾ കാട്ടിനകത്തേക്ക് പോയി. പക്ഷേ ഈ പിടിയാനയ്ക്ക് ഇപ്പോഴും കയറിപ്പോകാനുള്ളൊരു മനസ്സില്ല. ആനക്കുട്ടിക്കാണെങ്കിൽ കാട്ടിലോട്ട് പോകണം. അത് കുറേ നേരമായിട്ട് വാശി പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിന് കണ്ടതേ അവളിങ്ങനെ തട്ടി മാറ്റി വലിച്ച് വെള്ളത്തിലോട്ട് കൊണ്ടുവരാനൊക്കെ ഉള്ള ശ്രമത്തിലാണ് നമ്മുടെ പിടിയാന നിൽക്കുന്നത്. ഇത് അവൾ ഇറങ്ങി വരുന്നുണ്ടേ. കാലുകൊണ്ട് കൊടുത്താൽ തട്ട് കണ്ടോ? അവൾക്ക് കയറിപ്പോകാൻ മനസ്സില്ല കേട്ടോ. അതാ വീണ്ടും തിരിച്ചിറങ്ങി വരുന്നത്. 2 പേരും താഴോട്ട് വരാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ കുട്ടിയാന വരുന്നത് കണ്ടോ? ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇവർ വെള്ളം കുടിക്കുന്നതല്ല, വെള്ളം കുടിച്ച് തിരിച്ച് കയറിപ്പോയിട്ട് ഇതുപോലെ വീണ്ടും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണാൻ ഏറ്റവും രസകരമെന്നായിരുന്നു. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. രാത്രി ഒരുപാട് വൈകിയെങ്കിലും ഇവരുടെ ഇങ്ങനത്തെ കാട്ടായങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസം തന്നെയാണ് കേട്ടോ. തിരിച്ചു വന്ന് വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടോ? ഈ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. പക്ഷേ ഇവിടെ വന്നിരുന്നെങ്കിൽ സമയം പോകുന്നതറിയില്ല. ഇവർ 3 പേരും കൂടെ ഒന്നുകൂടെ തിരിച്ച് കയറിപ്പോകാനുള്ള ശ്രമം നടത്തുകയാണ് കേട്ടോ.
ആ തള്ളയാനെ നോക്കിയേ, അതിന് നടക്കാൻ വയ്യ, അതുപോലെ വയറ് നിറഞ്ഞിരിക്കുന്നത്. അവർ രണ്ടുപേരും കയറുന്നുണ്ട്. ഈ പിടിയാനതെ വീണ്ടും തിരിച്ചു വരിക. എനിക്ക് തോന്നുന്നു ഇതിനിയിപ്പോൾ ഇന്ന് രാത്രി മൊത്തം ഇവിടെ കിടക്കാനുള്ള പ്ലാനാണെന്ന്. അതുകൊണ്ടോ തിരിച്ച് നമ്മുടെ ആ ഉറവയുള്ള ആ സ്പോട്ടിലേക്ക് തന്നെ അവൾ വന്ന് നിൽക്കുന്നത്. മറ്റവർ രണ്ടുപേരും എന്തായാലും കയറിപ്പോവാണ് കേട്ടോ. ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഓ, വെള്ളത്തിനകത്ത് മുങ്ങിക്കിടന്നാണ് കുടിക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ ഒരു 2:30 ആയപ്പോഴത്തേക്കിനും നമ്മുടെ അവസാനത്തെ പിടിയാനയും മുകളിലോട്ട് കയറുകയാണ്. വയറ് പൊട്ടാറേ അവസ്ഥയിലാണ് അവളുടെ ഉള്ളത്. അവൾക്ക് നടക്കാൻ പോലും വയ്യ. നോക്കിയേ, മെല്ലെ മെല്ലെ കയറി പോകുന്നത്. എന്തായാലും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആനക്കുളത്ത് ഒന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ കണ്ണും പൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്. ഇത് കണ്ടോ, 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഈ റൂമിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. AC റൂമാണ് കേട്ടോ. AC യൂസ് ചെയ്യണമെങ്കിൽ 2000 രൂപയാകും. പിന്നെ നമ്മളിപ്പോൾ ആനകളെ കണ്ടല്ലോ, ആ സെൻറ്ററിൽ നിന്ന് വെറും 50 മീറ്റർ ദൂരെയാണ് ഈ റൂമുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബാത്റൂമൊക്കെയാണ്. എന്തായാലും അപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി, ഏകദേശം 3 മണി ആകാറാകുന്നു. ഇനിയിപ്പോൾ കിടന്നുറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. രാത്രി ഒരുപാട് വൈകി കിടന്നുകൊണ്ട് ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്. എണീറ്റ് റൂമിന് പുറത്തോട്ട് വരുന്ന കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. രാവിലെ നമ്മുടെ സ്റ്റേയുടെ ഓണറായ ബാബുചേട്ടൻ വന്നപ്പോഴാണ് ഇവിടെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് പറ്റിയൊരു സ്റ്റേ ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതൊരു 3 BHK ഫ്ലാറ്റാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ റൂമായിട്ടും എടുക്കാം. അതല്ല നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ഫാമിലി ഗ്രൂപ്പായിട്ടോ അതല്ല ബാച്ചിലേഴ്സ് ആണെങ്കിലും വലിയൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റും. 3 ബെഡ്റൂമാണ് ഇതിലുള്ളത്. എല്ലാ റൂമിലും 4 പേർക്ക് മിനിമം കിടക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 16-17 പേർക്കെങ്കിലും ഈ ഒരു സ്റ്റേ ഓപ്ഷനിൽ നമുക്ക് താമസിക്കാം. കിച്ചണും ഫ്രിഡ്ജും ഡൈനിങ് ഏരിയയും എല്ലാം കൂടെ ആയിട്ട് വരുന്ന റൂംസാണ് ഇതുള്ളത്. ഇതിന് പുള്ളിക്കാരൻ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. കിച്ചണും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ 6500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് റെൻറ്റിന് എടുക്കാം. പിന്നെ ബാൽക്കണിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ആന ഇറങ്ങിയ ഭാഗമൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ടോ അതല്ല വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ആനക്കുളത്തിന് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് നോക്കിയേക്കണം കേട്ടോ. നല്ല കിടിലൻ സെറ്റപ്പാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ബാബുചേട്ടൻ. ബാബുചേട്ടാ, ഇങ്ങോട്ടേക്ക് ബസ്സിന് വരാനായിട്ടാണെങ്കിൽ അതിൻ്റെ ടൈമിങ്സ് ഒന്ന് പറയാമോ? വണ്ടിക്കല്ലാതെ ബസ്സിന് പോരുന്ന ആളുകളുണ്ടെങ്കിൽ അടിമാലിയിൽ നിന്ന് രാവിലെ 7:30 വന്നാൽ KSRTC ഒരെണ്ണം വരുന്നുണ്ടോ. 9 മണിയാകുമ്പോൾ ആനക്കുളം വരും. ഉച്ച കഴിഞ്ഞ് 2:30 ഒരു സഞ്ചാരി എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. 3:30 സൂര്യ എന്നൊരു ബസ്സുണ്ട്. 8 മണിക്ക് 6:10 ഒരു ആരാധന. ഇത്രയും ബസ് അടിമാലിൽ ഇങ്ങോട്ട് പോരാൻ വൈകുന്നേരം ഉണ്ട് ദിവസം. തിരിച്ചു പോകേണ്ടവർക്ക് ഈ 2:30 വരുന്ന ബസ്സും 3:30 വരുന്ന ബസ്സും തിരിച്ചു പോകാനായിട്ടുണ്ട്. രാവിലെ 5:45-നും 6:15-നും 2 ബസ് വേറെ പോകുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നുണ്ട്, രാവിലെ പോയി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതല്ലാതെ ഇവിടെ വരാനായിട്ട് വേറൊരു സ്ഥലത്തോട് വരുമെന്ന് പറഞ്ഞല്ലോ വണ്ടി. തൊട്ടടുത്ത് മാങ്കുളം വരെ പകൽ KSRTC ആയിട്ടും പ്രൈവറ്റ് ബസ്സായിട്ടൊരു 5-8 ബസ് വരെ വരുന്നുണ്ട്. പല സമയങ്ങളിലും വരുന്നുണ്ട്. അവിടെ നിന്ന് വരെ 8 കിലോമീറ്റർ ഉണ്ട്. ഒന്നേ ഓട്ടോ വിളിക്കണം, അല്ലെ ട്രിപ്പ് ഓട്ടോയ്ക്ക് പോരേണ്ടി വരും. ആനക്കുളം ഫോറസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റായിട്ട് റേഷൻ കടയുടെ മുകളിലാണ് നമ്മുടെ എലിഫൻറ്റ് ഗ്രാം ഉള്ളത്. ഈ റേഷൻ കട നടത്തുന്നതും ബാബുചേട്ടൻ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടലുമുണ്ട്. രാത്രി 12 മണി വരെ ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ ഡിന്നറൊക്കെ ഇവിടുന്നാണ് കഴിച്ചത്. ആനക്കുളം ഒരു കുടിയേറ്റ ഗ്രാമമാണ്. 60കളിൽ പാലായെന്നും മറ്റും കുടിയേറി പാർത്തവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും. ഇന്നലെ രാത്രി ആ ആനക്കൂട്ടം നിന്ന് അർമാദിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ? ഈ ഒരു വോളിബോൾ കോർട്ടിൽ ആൾക്കാർ കളിക്കുമ്പം ആന ഇറങ്ങി വരുന്ന വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ താഴേക്ക് ഇറങ്ങുന്നതിനും കുറച്ച് നിബന്ധനകളുണ്ട്. വൈകുന്നേരം 5:30-ക്ക് ശേഷം ഈ കടവ് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ പകൽ സമയത്ത് ആനയുണ്ടെങ്കിലും ഇവിടേക്ക് ഇറങ്ങി വരാൻ പാടില്ല. പിന്നെ ഇവിടെ ഇറങ്ങുന്നവർ ഈ കാടിനകത്തേക്ക് കയറാതിരിക്കാനും ശ്രദ്ധിക്കണം.
ബാബുചേട്ടാ, ഇവിടെ ആനകൾ ഇത്ര അടുത്ത് വരുന്നതല്ലേ, ഇതുവരെ എന്തെങ്കിലും ആനകളെ കൊണ്ട് വല്ല ഉപദ്രവമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇവിടെ അങ്ങനെ ശല്യം ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പം നിലവിൽ രാവിലെ വൈകിട്ട് 4 മുതൽ രാവിലെ 6 മണി വരെ ഫോറസ്റ്റിൻ്റെ വാച്ചർമാരുണ്ട്. അത് മെയിനായിട്ട് ആന കയറാതിരിക്കുക എന്നുള്ളത് കവിഞ്ഞ് ആനയ്ക്ക് ആളുകൾ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ള. കാരണം ഇത്രയും സൗകര്യത്തിന് ശല്യമില്ലാതെ കാണുമ്പം ചില ആളുകളെങ്കിലും വന്നിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, ശല്യമാവുന്നുണ്ട്. അത് ഉണ്ടാകാതിരിക്കാണ്ട് വാച്ചർമാരുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെയോ പാത്രത്തിൻ്റെയോ ഒക്കെ മണം വന്നു കഴിഞ്ഞാൽ ആന പിടുത്തം വിട്ട് വരും. പക്ഷെ ഒരു കൊച്ചവിടെ നിന്നാൽ മതി, കയറി പോവുകയല്ല. ഓ, അങ്ങനെയുണ്ട്. ഒരാൾ ഒരു ലൈറ്റുമായിട്ടോടെ വന്നാൽ മതി, ഒരു ശല്യവും ഇല്ല, അങ്ങോട്ട് കയറി അങ്ങോട്ട് ആക്രമിച്ച് വരുമല്ല. ഈ അമ്പാണ് നിൽക്കുകയാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നാലേ തിരിച്ച് കയറി പോവുള്ളൂ. ഇവിടെ ആക്രമിക്കുകയല്ല. അവർക്ക് നാളെ ഈ വെള്ളം വേണം, അതാണ്. ആറ്റിലിറങ്ങി നിന്നപ്പോഴാണ് ഈ ഒരു ഗാലറി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാണ് നമ്മുടെ ഗാലറിയിലേക്കുള്ള എൻട്രി പോയിന്റ്. ഒരാൾക്ക് 20 രൂപ കൊടുക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഈ ഒരു ഗാലറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മുളങ്കാടിനകത്തായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. പകൽ സമയത്തൊക്കെ ആന വെള്ളത്തിലുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ആ വെയിൽ കൊള്ളാതെ നമുക്ക് കാഴ്ചകൾ കാണാം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആനകൾ ഇറങ്ങുന്ന സ്പോട്ടിൻ്റെ റോട്ടിൽ നിന്നും കിട്ടുന്ന വിഷ്വലിനെക്കാട്ടിലും കുറച്ചുകൂടെ ക്ലിയറും അടുത്തു നിന്നുമുള്ള വിഷ്വലാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഈ അരുവിയുടെ തന്നെ അടുത്തുള്ള ഹോട്ട് ആൻഡ് സോർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം. നല്ല കുത്തരിച്ചോറും ക്യാരറ്റ് മെഴുക്ക് വരട്ടിയും പയറ് മെഴുക്ക് വരട്ടിയും പച്ചടിയും അച്ചാറും ബീഫ് ഫ്രൈയും മീൻ വറുത്തതും സാമ്പാറും മോരുമൊക്കെ ആയിട്ട് ഒരു കിടിലൻ ഊണ് തന്നെയായിരുന്നു. സനുബ്ര, അങ്ങനെയുണ്ട്? അടിപൊളി ഊണ്. രാവിലെ നമ്മൾ വന്നപ്പം ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടന്ന സ്ഥലമാണ്. ഇപ്പം നോക്കിയേ എത്രമാത്രം വണ്ടികളും ആൾക്കാരുമാണെന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നൊരല്പം തിരക്ക് കൂടുതലുമായിരിക്കും. നിങ്ങൾ ആനക്കുളത്തിന് വരുമ്പം ഇവിടുത്തെ ജീപ്പ് സഫാരി തീർച്ചയായും ട്രൈ ചെയ്തിരിക്കണം. ഒരു ജീപ്പിന് 2500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 6 മുതൽ 7 പേർക്ക് വരെ ഒരു ജീപ്പിൽ യാത്ര ചെയ്യാം. ഇവരിവിടെ നിങ്ങളെ ഒരു 3-4 വെള്ളച്ചാട്ടങ്ങളിലേക്കും കാട്ടിലൂടെയുള്ള ഒരു ഓഫ് റോഡ് റൈഡും പിന്നെ കുറച്ച് നല്ല വ്യൂ പോയിന്റുകളിലേക്കൊക്കെ കൊണ്ടുപോകും. പെരുമ്പൻകുത്ത് റിവറിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അവിടുന്ന് നേരെ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കും. 10 രൂപയാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീസായിട്ട് മേടിക്കുന്നത്. ഇതാണ് 6-ാം മൈലിലുള്ള തൂക്കുപാലം. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ് ഈ സ്ഥലം. തൂക്കുപാലത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിനി നേരെ പോകുന്നത് 33 വാട്ടർഫാളിലേക്കാണ്. ഈ ഒരു വാട്ടർഫാളിൽ നമുക്കിറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. തട്ടുതട്ടായി ഒഴുകുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം. വെള്ളത്തിലിറങ്ങി കുളിക്കാനും കളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇന്നത്തെ ജീപ്പ് സഫാരിക്കിടയിൽ കാണുന്ന 3-ാമത്തെ വെള്ളച്ചാട്ടമാണ്. പക്ഷേ മറ്റു 2 വെള്ളച്ചാട്ടങ്ങളെയും പോലെ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഒഴുകി ചെല്ലുന്ന ചെക്ക് ഡാമിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങ് ദൂരെ ചെക്ക് ഡാമിനടുത്ത് ആളുകൾ നിൽക്കുന്ന കാഴ്ച നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കും. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാടിനകത്തൂടെയുള്ള ഈ ഒരു ഓഫ് റോഡ് റൈഡാണ് ഈ ഒരു ജീപ്പ് സഫാരിയിലെ ഏറ്റവും രസകരമായ ഭാഗം. ഇന്നത്തെ നമ്മുടെ ജീപ്പിൻ്റെ സാരഥി അബിനാണ്. അബിൻ്റെ ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആനക്കുളത്ത് വന്നിട്ട് എന്താവശ്യമുണ്ടെങ്കിലും അബിനെ വിളിച്ചാൽ മതി. ഈ ഒരു ഓഫ് റോഡ് റൈഡ് ചെയ്യുന്നത് കാടിനകത്തൂടെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 7 മണിക്കുള്ള സഫാരിയൊക്കെ എടുത്ത് നിങ്ങൾ ഈ കാട്ടിലേക്ക് കയറുകയാണെങ്കിൽ ആനയെയും കാട്ടിയെയും ഒക്കെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ന് ഒരുപാട് ജീപ്പുകൾ ഈ വഴി കൂടെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്.
അതുകൊണ്ട് കല്ലുകളെല്ലാം ശരിക്കും ഇളകിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇളകി കിടക്കുന്ന ഗ്യാപ്പിലോട്ട് വേറെ കല്ലുകളൊക്കെ ഇട്ട് ജീപ്പിന് കയറിപ്പോകാൻ പാകത്തിന് സെറ്റാക്കുന്ന തിരക്കിലാണ് ഈ രണ്ട് ചേട്ടന്മാരും. ഈ ഒരു റൂട്ടിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ മേടിച്ച ഇതുപോലത്തെ സഫാരി വെഹിക്കിൾസിന് മാത്രമേ പെർമിഷനുള്ളൂ. നമ്മുടെ കയ്യിൽ ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാമെന്നൊക്കെ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവരാരെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്ത് ഈ ജീപ്പും എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. ഈ ഓഫ് റോഡൊക്കെ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ട്രൈബൽ വില്ലേജിലേക്കാണ്. നിങ്ങളിവിടെ വരുന്നത് വൈകുന്നേരം 4 മണിക്ക് മുമ്പാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. അവിടുന്ന് കുമ്പം കാച്ചിയത് കഴിക്കാൻ മറക്കരുത്. ഇവരിവിടെ മുളയ്ക്കകത്തിട്ട് ചിക്കനും കപ്പയും ഒക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പം 5:30 കഴിഞ്ഞതുകൊണ്ട് ആ കട അടച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കുമ്പം കാച്ചിയത് മിസ്സായി. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ട്രൈബൽ വില്ലേജ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. ഈ റോഡിലൂടെ നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് ആനക്കുളത്തേക്കാണ്. ആളും അരങ്ങുമെല്ലാം ഒരുങ്ങി. ഇനി നമ്മുടെ കഥാനായകന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവൻ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറി വരിക എന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആൾക്കാരെല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കൂടിയിരുന്ന ആൾക്കാർക്കെല്ലാം ഒരു 1.5 മണിക്കൂറത്തെ പോസ്റ്റ് തന്നതിന് ശേഷമാണ് നമ്മുടെ ഈ കഥാനായകൻ താഴേക്ക് ഇറങ്ങി വന്നത്. അവനിതിനിടയ്ക്ക് കാടിൻ്റെ സൈഡിൽ വന്ന് ഒന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോയായിരുന്നു. ഇത്രയും ആളുകളെ കണ്ടതുകൊണ്ട് അവൻ ആദ്യം ചെറിയൊരു നാണമായിരുന്നു. പിന്നെ മെല്ലെ ധൈര്യം സംഭരിച്ചാണ് ആശാൻ ഇപ്പം താഴേക്ക് ഇറങ്ങി വരുന്നത്. രാവിലെ ബാബുചേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ ഉറവ് വരുന്ന മെയിൻ സ്ഥലം, അങ്ങോട്ടേക്കാണ് അവനീ പോകുന്നത്. അവൻ്റെ നിപ്പും നോട്ടമൊക്കെ കണ്ടോ? നിങ്ങൾ ആനക്കുളത്തിന് വരുന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ഗാലറിയുടെ ഭാഗത്ത് തീർച്ചയായും വരണം. കാരണം ആ റോട്ടിൽ നിന്നും കിട്ടുന്നതിനേക്കാളും വേറൊരു ആംഗിളിലുള്ള വിഷ്വലാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ റോട്ടിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് ഈ ആനയും കാണാൻ പറ്റും. റോട്ടിലിരിക്കുകയാണെങ്കിൽ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എല്ലാം വെട്ടം കണ്ണിലടിക്കുന്നുണ്ട് ആനകൾ റോഡിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെ നിന്ന് ലൈറ്റൊന്നും പ്രൊജക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആനകൾ വന്നതും നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പം നമുക്ക് അവരുടെ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള ഒരു വ്യൂവും കിട്ടും. ഇത് കണ്ടോ, ഇവൻ തന്നെയാണേലും ഇപ്പം നമ്മുടെ നേരെയാണ് തിരിയുന്നത്. അവൻ്റെ റൈറ്റ് സൈഡിൽ ആ വെട്ടമുള്ളതുകൊണ്ട് അവൻ അങ്ങോട്ട് തിരിയുന്നില്ല, നമ്മളെ ഫേസ് ചെയ്തിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷ്വൽ ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ള നല്ലൊരു ചാൻസും കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അവൻ്റെ കാലൊക്കെ മെല്ലെ അകത്തി വെച്ചു, കല്ല് അവിടെ നിന്ന് മെല്ലെ മാറ്റുകയാണ് കേട്ടോ. ഇവർ ശരിക്കും ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ആ ഉറവയുള്ള സ്ഥലത്ത് കിടന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. മുട്ടറ്റം വെള്ളം മാത്രമാണുള്ളത്, അതിലാണ് ഇത്രയും വലിയ ആനകൾ ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ ഐശ്വര്യമായിട്ട് അവൻ അവൻ്റെ പണി തുടങ്ങി. നമ്മുടെ കുട്ടിക്കൊമ്പൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് അർമാദിച്ച് നിന്ന് വെള്ളം കുടിക്കുകയാണ്. പെട്ടെന്നാണ് കാട്ടിൽ നിന്ന് ഇവൻ്റെ വരവ്. അവനേക്കാട്ടിലും വലുപ്പമുള്ളൊരു കൊമ്പൻ വരുന്നത് കണ്ടതും ഇവനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ വെള്ളം കൂടിയൊക്കെ നിർത്തി മെല്ലെ പുറകിലോട്ട് വലയാനാണെന്ന് തോന്നുന്നു. ആ വരുന്നവന് സിഗ്നൽ കൊടുക്കുന്നുണ്ട്, തുമ്പിയൊക്കെ പൊക്കി കാണിച്ചിട്ട് മാറിക്കോളാൻ പറയുന്നതായിരിക്കും. എന്ത് സംഭവിക്കാം കേട്ടോ.
കുട്ടിക്കൊമ്പൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെക്കാട്ടിലും നല്ല സൈസുള്ള ഒരു ആന ഇറങ്ങി വന്നത്. പാവം. നമ്മുടെ കുട്ടിക്കൊമ്പനെ ഓടിച്ചു വിട്ടിട്ട് ഇവൻ ആ മെയിൻ പോയിന്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇവൻ്റെ ആ കാട്ടിൽ നിന്നുള്ള വരവ് ശരിക്കും ഒന്ന് കാണേണ്ടതായിരുന്നു. നല്ല തലയെടുപ്പോടെ മെല്ലെ അവൻ്റെ ആ ഒരു ഇറങ്ങിയുള്ള നടത്തം ഉണ്ടല്ലോ, അത് കണ്ടെങ്കിൽ ആരും ഇവൻ്റെ ഫാനായി പോവും. അത്രയ്ക്ക് തലയെടുപ്പും ഗാംഭീര്യമായിരുന്നു അവൻ്റെ ആ ഒരു വരവിന്. അപ്പുറത്തെ ചെറിയ ഉറവയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് അത് പോരാഞ്ഞിട്ട് നമ്മുടെ കുട്ടിക്കൊമ്പൻ വീണ്ടും മെയിൻ ഉറവയുടെ അടുത്തോട്ട് വരികയാണ്. ഈ വലിയ കൊമ്പനെ എന്തേലുമൊക്കെ കാണിച്ച് അവിടുന്ന് മാറ്റി ഇവിടുന്ന് വെള്ളം കുടിക്കണം അവന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 3 മണിക്കൂർ നീളുന്ന ഇവരുടെ കുറേ അഭ്യാസങ്ങളുണ്ട്. വലിയ ആനയെ നോക്കിയേ, ഇവനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. ഓ, എന്നാലും കുഞ്ഞനെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും വലിയ ആനയുടെ അടുത്ത് പോയിട്ട് ഇതുപോലൊന്ന് കൊമ്പ് കോർത്തല്ലോ അവൻ്റെ ധൈര്യം സമ്മതിക്കണം. നമ്മുടെ വലിയ കൊമ്പനെ ആകും വിധമെല്ലാം ശല്യപ്പെടുത്തിക്കൊണ്ടാണ് കുഞ്ഞു കൊമ്പൻ്റെ നിപ്പ്. ശരിക്കും പറഞ്ഞെങ്കിൽ വലിയ കൊമ്പനെ കൊണ്ട് ഒരിച്ചിരി നേരം പോലും സ്വസ്ഥമായിട്ട് വെള്ളം കുടിക്കാൻ അവൻ സമ്മതിച്ചിട്ടില്ല. വലിയ കൊമ്പൻ അവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അവൻ്റെ രണ്ടും കൽപ്പിച്ച് കുഞ്ഞുകൊമ്പൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുകൊമ്പനെ ആറ്റിൽ നിന്ന് തള്ളി പുറത്തോട്ട് ഇറക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അവൻ കണ്ടോ പുറകെ നിന്ന് വിടാതെ നിൽക്കുകയാണ്. തള്ളി കയറ്റുക കേട്ടോ. നമ്മുടെ കുഞ്ഞുകൊമ്പൻ്റെ ആ കാലൊക്കെ കവച്ച് വെച്ചുള്ള നിപ്പ് കണ്ടോ. എന്തായാലും ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ വലിയ കൊമ്പൻ മേളിലേക്ക് കയറി പോവുകയാണ്. ഇനിയിപ്പം ഇവന് സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം. വലിയമ്മൻ അങ്ങോട്ട് കയറിയതും കണ്ടോ, ഇവൻ നേരെ തിരിഞ്ഞ് ആ ഉറവയുടെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പം ഇവരുടെ ഈ പരാക്രമങ്ങളോടെ നമ്മുടെ ആനക്കുളത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.